നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. കെ വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് വിജയോത്സവം വെള്ളിയാഴ്ച നടക്കും. KSSPA നാട്ടിക നിയോജക മണ്ഡലം ഏകദിന സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം നിയോജക മണ്ഡലം MLA കെ വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 13 വിദ്യാലയങ്ങളിൽ നിന്നായി 669 വിദ്യാർത്ഥികളാണ് SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടി MLA അവാർഡിന് അർഹത നേടിയിട്ടുള്ളത്. കൂടാതെ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച് ഫുൾ A+ നേടിയ മണ്ഡലത്തിനുള്ളിൽ താമസിക്കുന്നവർക്കുമുള്ള അവാർഡുകളും വിതരണം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠനം നടത്തിയവരെയാണ് മണ്ഡലം അക്ഷര കൈരളി വിദ്യാഭ്യാസ സമിതി അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. CM കിഡ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട LSS USS കരസ്ഥമാക്കിയവരെയും നുമാറ്റ്സ് വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. 100% വിജയം SSLCക്കും +2നും കരസ്ഥമാക്കിയ 8 വിദ്യാലയങ്ങൾക്കുള്ള MLA ട്രോഫിയും ചടങ്ങിൽ വിതരണം ചെയ്യും. ഇക്കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച 48 അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കുമെന്നും MLA പറഞ്ഞു. മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സോടെയാണ് വിജയോത്സവം 2026 ആരംഭിക്കുക. കെ വത്സരാജ് MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്യും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിക്കും. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത കുട്ടികളുമായി സംവദിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളായ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, PEC ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ കെ വത്സരാജ് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമതി സുന്ദരൻ, TK രാജു, കൺവീനർ KA അഖിലേഷ്, ജനറൽ കൺവീനർ TS സജീവൻ എന്നിവർ പങ്കെടുത്തു. A+ കിട്ടിയ കുട്ടികളെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ MLA അവാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിന് പുറമെ നമ്മുടെ ഈ CM കിഡ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള LSS USS കരസ്ഥമാക്കിയവരെയും പിന്നെ അതുപോലെ തന്നെ ന്യൂമാറ്റ്സ് വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. 100% SSLCക്കും +2നും കരസ്ഥമാക്കിയ 8 വിദ്യാലയങ്ങൾക്കുള്ള MLA ട്രോഫിയും ചടങ്ങിൽ വെച്ചിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. KPCC വിചാർ വിഭാഗ അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ നവമി നിശാന്തിനെ വസതിയിലെത്തി ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ ചെയർമാൻ കിരൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ടിൻഡോ മാങ്ങൻ, ബാലകൃഷ്ണൻ പുറക്കോട്ട്, KP ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഉദാത്തമാകുന്ന രീതിയിൽ പഠനത്തിലും മികവ് പുലർത്തുകയും തൻ്റെ വളർത്തി വലുതാക്കി പഠനരംഗത്ത് കൂടെ നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു സമ്മാനം നൽകിക്കൊണ്ടാണ് +2 പൂർത്തീകരിച്ച് ഫുൾ എല്ലാ വിഷയത്തിലും A+ നേടി നവമി നമുക്ക് അഭിമാനമായി മാറിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് വലിയ നമ്മളെയൊക്കെ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പുതിയ തലമുറ കടന്നു പോകുന്നത്. രാസലഹരി ഉൾപ്പെടെയുള്ള വലിയ ആപത്തുകളിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ്, ആ ചെറുത്തുനിൽപ്പിന് ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകുകയും അതിന് മുന്നോട്ട് പോവുകയും ചെയ്യണം. CPM മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ AM ഭട്ടതിരിപ്പാടിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം കാഞ്ഞാണി സിംല മാളിൽ നടന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TV ഹരിദാസ്, CPM കാരമുക്ക് LC സെക്രട്ടറി VV പ്രഭാത്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPM ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, KV ഡേവിസ്, VV സജീന്ദ്രൻ, PG സുബിദാസ്, DCC വൈസ് പ്രസിഡന്റ് KB ജയറാം, CPI ജില്ലാ കൗൺസിൽ മെമ്പർ PK കൃഷ്ണൻ, ISJD ജില്ലാ സെക്രട്ടറി TD ജോസ്, LDF കൺവീനർ MR മോഹനൻ, MK സദാനന്ദൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, KV വിനോദൻ എന്നിവർ സംസാരിച്ചു.
വട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വെട്ടുതിരിപ്പാണ്. പിന്നെ നല്ല ബന്ധമായി, നമ്മൾ വിളിക്കലും സംസാരിക്കലും. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരാളെ ഇപ്പോൾ പറഞ്ഞേക്കാം, അത് പറ്റില്ല, ഞാൻ തന്നെ വേണം, ദുരിതാശ്വാസ സംഘടന തന്നെ വേണം. അങ്ങനെ കുറേ പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ ശരി ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ 2020 കോവിഡ് സമയത്താണ് ഒരു കാറൊക്കെ ഏർപ്പാട് ചെയ്യുന്നത്. 5 മണിക്ക് ഞാൻ പാവർജിയിലെ അഷ്കറാണ് വണ്ടി, LC അഷ്കർ വണ്ടി ഞാൻ പട്ടിരിപ്പാട് തിരുവനന്തപുരത്തേക്ക്. മണലൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പഞ്ചായത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികളുടെ വിപണനമാണ് ആരംഭിച്ചത്. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിലാണ് വിപണന കേന്ദ്രം. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ജിഷ സുരേഷ് അധ്യക്ഷയായി. വിലാസിനി വേണുഗോപാൽ, സുനിത ബാബു, കവിത രാമചന്ദ്രൻ, ധ്രുമ ശിവദാസ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മണലൂർ മണ്ഡലതല ഉദ്ഘാടന ചടങ്ങ് മണലൂർ MLAയും അധ്യാപകനുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് ക്ലാസ്സാക്കി മാറ്റി. മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ വിപത്തും രവീന്ദ്രൻ മാഷ് വളരെ വ്യക്തമായി ക്ലാസ് രൂപേണ അവതരിപ്പിച്ചു. മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജില, വാർഡ് മെമ്പർ PK ചന്ദ്രൻ, VN സുർജിത്ത്, പഞ്ചായത്ത് മെമ്പർ സുധർമ്മൻ ചിരുകണ്ടത്ത്, സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് വിഷയാവതരണം നടത്തി. ഗൈഡ് വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. ഇടവേള. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കി നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്
കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബിന്റെ ഗവർണർ വിസിറ്റും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഇ.ഡി. ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ എഞ്ചിനീയർ ടി ജയകൃഷ്ണൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. 2026-27 പ്രസിഡന്റ് റെൽസൺ ആർ, സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രനാഥൻ, ട്രഷറർ രവീന്ദ്രൻ തിരുമുറ്റം എന്നിവർ പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റു. ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ NS ദിനേശൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, റീജിയണൽ ലേഡി അമൃത ജയപ്രകാശ്, ലേഡി ക്യാബിനറ്റ് സെക്രട്ടറി രാധിക ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസ്ഥാനം 108 വർഷം പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന 15 ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു മിഷൻ 1.5 എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു 3 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ആ ഒരു മിഷനിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു പണിപ്പുരയിലാണ് നമ്മുടെ ലോക നേതാക്കൾ. ഇറ്റ്സ് മൈ ബൗണ്ടഡ് ഡ്യൂട്ടി ടു കൺവേ ദ മെസ്സേജ്. തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിസ്ട്രിക്റ്റൊക്കെ വേണ്ടത്ര നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഈ വർഷം ഒരുപാട് റെക്കോർഡുകളുടെ വർഷമാണ്. ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ ഇന്നോവേറ്റീവായി ചെയ്യാൻ കഴിഞ്ഞു. ഈ വർഷം ഒരുപാട് ആളുകളെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരും പോലീസും എക്സൈസും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃപ്പയാർ പോളിടെക്നിക് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു. സംയുക്തമായി നടത്തുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ഒരു ദിനം കൊണ്ട് തീരുന്നതാണ് നമ്മളുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. നമ്മളത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഈ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനോട് ആ ഒരു പ്രവർത്തനത്തോടൊപ്പം നമ്മളെല്ലാവരും പങ്കുചേരേണ്ടതിന്റെ ആവശ്യകത കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ആദ്യമായി ശ്രീരാമ പോളിടെക്നിക്കിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പോലീസ് SHO കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ്, പഞ്ചായത്ത് മെമ്പർമാരായ സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, പോളിടെക്നിക് പ്രിൻസിപ്പാൾ PM താജ്ബി, TB ഷാജു എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ J ഹരികൃഷ്ണൻ, വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ VA നൂറുദ്ദീൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ഷാമബത്ത കുടിശ്ശികയും മെഡിസപ്പിലെ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് സ്വാഗതാർഹമാണെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു. നാട്ടിക നിയോജക മണ്ഡലം ഏകദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VC ജോൺസൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് തോംസൺ വാഴപ്പള്ളി, VR രാജേന്ദ്രൻ മാസ്റ്റർ, ANC ജോർജ് മാസ്റ്റർ, VR ജഗദീശൻ മാസ്റ്റർ, KS തിലകൻ മാസ്റ്റർ, KC മൈത്രി, TS ജ്യോതിഷ്, MG രഘുനന്ദൻ, വനജ, ഷേർലി AA, ജോജോ MJ, മദനമോഹനൻ എന്നിവർ സംസാരിച്ചു. സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ളത്. ഗവൺമെന്റ് അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോൾ തന്നെ, പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ സർവീസ് പെൻഷൻകാരടക്കം സാധാരണക്കാരടക്കം ആ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾക്ക് പാലിക്കാനുള്ള തുടക്കം കുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആന്റി ഡ്രഗ്സ് റാലിയും ലഹരി വിമുക്ത പ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചു. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ VA വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലഹരിക്കെതിരെ പുതിയ സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്ന തൂഫാന്റെ ഭാഗമായിട്ട് ഒരു മാസക്കാലമായിട്ട് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഷൻ യൂണിറ്റിൽ ഈ തുഫാൻ റെയ്ഡ് തുടങ്ങിയതിന് ശേഷം 8ഓളം കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കവാറും 17, 18, 16 വയസ്സുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. അപ്പോൾ നമ്മുടെ മയക്കുമരുന്ന് മാഫിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ രാജ്യം, കുടുംബം ഒക്കെ നശിച്ചു പോകും. തുടർന്ന് നടന്ന ആന്റി ഡ്രഗ്സ് റാലി NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് റാലി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ NC അനീജ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇൻചാർജ് സ്മിത NR, ലതിമോൾ NV, ശശിധരൻ V, സജിത, ലിജന ജെയിൻ, ദീപ MB, അപർണ V, അങ്കിത, ശ്രുതി TS, രൂപ MB, ഹന്ന അമൽ എന്നിവർ സംസാരിച്ചു. ഇതിൻ്റെ അപ്പുറത്തടക്കം വന്ന് ചിലതൊക്കെ ഈ കച്ചവടവുമായി കഴിഞ്ഞ വർഷം വന്നിരുന്നത് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെതിരെ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പരിപാടി ഓപ്പറേഷൻ തുഫാൻ, അത് നമ്മൾ ഏറ്റെടുത്ത് നിങ്ങളതിൻ്റെ മുഖ്യ സംഘാടകരാവണം. ലഹരിയുടെ വിമുക്ത ലഹരി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി തൂലിക സാംസ്കാരിക വേദി വലപ്പാട് ബീച്ച് സംഘടിപ്പിച്ച സമ്മാന കൂപ്പൺ ഉദ്ഘാടനവും നറുക്കെടുപ്പും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ സജീഷ് നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VV വിജയൻ, VG സദാനന്ദൻ, ജയഭാരതി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തൂലിക സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി സുരേഷ് മണക്കാട്ടുപടി, വൈസ് പ്രസിഡന്റ് ജ്യോതി ബസു, ജോയിന്റ് സെക്രട്ടറി കനക ജ്യോതി ബാലൻ, ട്രഷറർ ഘോഷ്, ലൈബ്രറിയൻ ഷൈനി ഷാജി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിത, അജിത രാജ്, പ്രിൻസ്, സുർജിത്ത്, നിജിൽ, ഉണ്ണികൃഷ്ണൻ, ഷിജിൽ, ജിജീഷ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, പ്രധാനാധ്യാപകൻ KS കിരൺ, പഞ്ചായത്ത് അംഗം VV സുവീഷ്, എയ്ഡഡ് പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ VB സജിത്ത്, ഡെപ്യൂട്ടി HM KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, കായികാധ്യാപകൻ TN സിജിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളതുമായി കഴിഞ്ഞ ദിവസം ഒരു 22-ാം തീയതി കേസ് പിടിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് 16 വയസ്സുള്ള കുട്ടിയെയും കിട്ടിയിട്ടുണ്ട്. 16 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയായ 3 ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് അവിടെ കഞ്ചാവും ആശിഷ് ഓയിലും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ബാക്കി 3 പേരെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 3 പേരെയും ഒരിടവേള കൂടി. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്കാവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. Calicut യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. നാട്ടിക ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, പഞ്ചാരിമേളം, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി TK സുധൻ, മേൽശാന്തി ലാൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡറായ അഡ്വക്കേറ്റ് രഘേഷ് ശർമ്മയ്ക്ക് കിട്ടപ്പ മെമ്മോറിയൽ അവാർഡ് നൽകി. കുടുംബത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് CP രാമകൃഷ്ണൻ, സെക്രട്ടറി CK ഗോപകുമാർ, ട്രഷറർ അഡ്വക്കേറ്റ് CV വിശ്വേഷ്, വൈസ് പ്രസിഡന്റ് CK അശോകൻ, ജോയിന്റ് സെക്രട്ടറി CG സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രശ്നം നടത്തിയപ്പോ അവര് തന്നെ നമ്മള് വിചാരിച്ച ഒരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. നിങ്ങള് ആളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എല്ലാ കൊല്ലത്തിലും ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അത് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം അവാർഡുകള് നമ്മുടെ കുടുംബത്തില് പഠിച്ചു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. ഇത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഏങ്ങണ്ടൂർ മുല്ലപ്പള്ളി കരിപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഉദയാസ്തമന പൂജയും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സമർപ്പണവും നടത്തി. രാവിലെ
ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, തുടർന്ന് പ്രസാദഊട്ട് എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബിജു ശാന്തി, ഉണ്ണി ശാന്തി, ക്ഷേത്രം മേൽശാന്തി പി പ്രതീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, അത്താഴ പൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ, ട്രഷറർ KS വസുധരൻ, വൈസ് പ്രസിഡന്റ് KA പ്രദീപ്, ജോയിന്റ് സെക്രട്ടറിമാരായ KPR സതീശൻ, KA മോഹനൻ, KB സുനിൽ, ക്ഷേത്രം കീഴ്ശാന്തി സുനിൽ അനിരുദ്ധൻ, ഷാജി രാമചന്ദ്രൻ, സനീഷ്, രാധാകൃഷ്ണൻ, KA ഷാജി, വനിതാ വിഭാഗം പ്രസിഡന്റ് ജെസി സതീശൻ, സെക്രട്ടറി ശോഭന വസുധരൻ, ട്രഷറർ സുനില കൃഷ്ണമൂർത്തി, ഷൂബി ബാബു, ഇന്ദിര സുരേശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മതിലകം OLF ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റാഫി മതിലകം അധ്യക്ഷനായി. മതിലകം സബ് ഇൻസ്പെക്ടർ അജയ് S മേനോൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം OH ബിജു നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ റെനാറ്റ, അധ്യാപിക മരിയ ബ്രിജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ടീമുകളുടെ ബാനറുകൾ പ്രകാശനവും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ സൂംബ ഡാൻസ്, UP വിദ്യാർത്ഥികളുടെ തെരുവ് നാടകം എന്നിവ അരങ്ങേറി. ലഹരി എന്ന രീതിയിൽ നമുക്ക് മാറ്റിക്കൊള്ളാം. ജീവിതത്തിലെ അഭിരുചികൾ നമുക്ക് വളരെ പ്രചോദനമാണ്. ഇന്നലെ എല്ലാ ദിനപത്രത്തിലും വലിയൊരു സന്ദേശം ഉണ്ടായിരുന്നു. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഒരു പാവപ്പെട്ട ആള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് ജീവന് ഭീഷണിയുള്ള ഒരു തെങ്ങ് അയൽവാസി തൃശൂർ എഴുത്തുകൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ AUP സ്കൂളിൽ സാഹിത്യ സദസ്സും കവിയരങ്ങും നടന്നു. കവി E ജിനൻ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ K ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. തൃശൂർ എഴുത്തുകൂട്ടം സെക്രട്ടറി സുരേഷ് കുമാർ പാർലിക്കാട് ആമുഖ പ്രസംഗം നടത്തി. പ്രസിഡന്റ് ശശി കളരിയേൽ PN പണിക്കരെ അനുസ്മരിച്ചു. AUP സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു, തൃശൂർ എഴുത്തുകൂട്ടം കോർഡിനേറ്റർ നോമി കൃഷ്ണ, സന്ധ്യ അറക്കൽ, എഴുത്തുകാരൻ ശിവദാസൻ മാസ്റ്റർ തെക്കിനിയെടുത്ത്, ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ സുരേഷ് കുമാർ പാർലിക്കാട്, ശ്രീലത കാഞ്ഞിരക്കോട്, ഗീത മേലെഴുത്ത്, PB രമാദേവി, ഹവ്വ ടീച്ചർ, വിനോദ് വളപ്പിൽ, റോബർട്ട് പുള്ള തുടങ്ങിയവർ സൃഷ്ടികൾ അവതരിപ്പിച്ചു. കുട്ടികളുടെ കാവ്യാലാപനം, സമ്മാന വിതരണവും എന്നിവയും നടന്നു. വായിക്കണമെന്ന് പഠിപ്പിക്കാൻ ഞാൻ അടല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഞാൻ സംസ്കൃത ശ്ലോകമുണ്ട്, ചിലവരെ നമ്മൾ കവിത പഠിപ്പിക്കുന്നു, പക്ഷേ കവിത പഠിക്കാൻ ആൾക്കാരില്ല, താല്പര്യത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെന്ത്, അപ്പം അതിന് ശ്ലോകമുണ്ട്, അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിക മാലിക മാലിക, ഒരു ശ്ലോകമുണ്ട്. നമ്മുടെ അവർക്കറിയാലോ പറ്റില്ല. CA പാസ്സായ ഫിദ ഫാത്തിമയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഫിദ ഫാത്തിമയുടെ വസതിയിൽ വെച്ച് നടന്ന അനുമോദന സദസ്സ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് കൊളത്തേക്കാട്ട അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ജോസ് മുഖ്യാതിഥിയായിരുന്നു. റഷീദ് EH, അജയൻ പറവത്ത്, ബഷീർ ശാന്തിപുരത്ത്, സരസ്വതി കൂനമ്പാട്ട്,
എന്നിവർ പ്രസംഗിച്ചു. താന്യം വാലിപ്പറമ്പിൽ നൌഫൽ ബീന ദമ്പതികളുടെ മകളാണ് ഫാത്തിമ. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ ഇപ്പം അതിനും മേലേക്കുള്ള കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു CA ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുക എന്നുള്ളത് നമുക്കറിയാം ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾ കഴിഞ്ഞാൽ അത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അത് വിജയിക്കാറ്. അതിന് ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനം ആദ്യമേ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും പേരിൽ ഹൃദയപൂർവ്വം ഫിദ ഫാത്തിമയ്ക്ക് നേരുകയാണ്. നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിനോടൊപ്പം തന്നെ നമ്മൾ ആരായി തീരണം എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ പാസ്സായി മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. എല്ലാവരോടും വന്നതിലും എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ അതെപ്പോഴും ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് വിജയോത്സവം വെള്ളിയാഴ്ച നടക്കും. KSSPA നാട്ടിക നിയോജക മണ്ഡലം ഏകദിന സമ്മേളനം നടന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.